രാജ്യത്തെ പാചകവാതക വില വർദ്ധിപ്പിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 60 രൂപയാണ് കൂട്ടിയത്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 115 രൂപയും വർദ്ധിപ്പിച്ചു. വില വർധന ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. വിവരങ്ങളുമായി ഗൗതം, എങ്ങനെയാണ് നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്? അരുണി, ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ വാതക വില വർദ്ധിക്കുമെന്നത് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പെട്രോൾ വിലയും അതോടൊപ്പം തന്നെ ഗ്യാസിൻ്റെ വിലയും വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന് 60 രൂപയും അതോടൊപ്പം തന്നെ വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസിന് 115 രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത്. നേരത്തെ മാസാമാസം ഗ്യാസ് വില വർധനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇടക്കാലത്ത് ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. നിലവിൽ 860 രൂപ രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ ഗ്യാസിന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് വീട്ടിലേക്കുള്ള ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസിന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത് 860 രൂപയോളമാണ്. എന്നാൽ നിലവിൽ വില വർധനവിന് ശേഷം 920 രൂപയ്ക്കും അതോടൊപ്പം തന്നെ 950 രൂപയ്ക്കും അടുത്തേക്ക് വീണ്ടും ഗ്യാസിന്റെ വില വർദ്ധിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ 1100 മുകളിൽ നിൽക്കുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വില 115 രൂപ കൂടി വർദ്ധിക്കുകയാണെങ്കിൽ അത് 1200 കടന്നു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അതായത് 1500 അടുത്തേക്കൊക്കെ ഗ്യാസ് വില എത്തുന്ന നിലയുണ്ടാകും. പ്രത്യേകിച്ച് വലിയ നഗരങ്ങളിൽ, മുംബൈ പോലുള്ള നഗരങ്ങളിൽ, ബാംഗ്ലൂരിലും കൊച്ചിയിലുമൊക്കെ സമാനമായ രീതിയിൽ വാണിജ്യ സിലിണ്ടറിനുള്ള വിലക്കയറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ചാഞ്ചാട്ടത്തിലാണുള്ളത്. അത് $80 മുകളിലേക്ക് പോകുന്ന സാഹചര്യം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഹോർമസ് കടലിടുക്ക് അടച്ചതിന്റെ ഭാഗമായുള്ള ചരക്ക് നീക്കവും എണ്ണ വിതരണവും നിലച്ച സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതിനാലാണ് ഈ നിലവിലെ എണ്ണവില വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് കമ്പനികൾ നൽകുന്ന വിശദീകരണം. എന്നാലും നിലവിൽ ഈ ഗ്യാസ് വില വർദ്ധിക്കുന്നത് മറ്റ് അവശ്യ സാധനങ്ങൾക്കുള്ള വില വർധനയും അതോടൊപ്പം തന്നെ വിപണിയിൽ ഒന്നാകെ വിലക്കയറ്റത്തിലേക്കും വഴിവെക്കുമെന്നാണ് നിലവിൽ വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ തുടരുന്ന സംഘർഷത്തിൻ്റെ ഭാഗമായി ഉടലെടുത്തിരിക്കുന്ന ഈ പ്രതിസന്ധി നമ്മുടെയൊക്കെ വീടുകളിലും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വിലക്കയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഹോട്ടൽ വിപണിയും അതോടൊപ്പം തന്നെ അവശ്യ സാധനങ്ങളുടെ സർവീസുകൾ, അവശ്യ സാധനങ്ങളുടെ വില, കമ്പോളത്തിലെ വില നിലവാരം എന്നിവയിലും മാറ്റമുണ്ടാകും. അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിക്കും ാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ സംഘർഷം എന്ന് അവസാനിക്കുമെന്ന് സംബന്ധിച്ചും വിവരങ്ങളില്ല. പ്രത്യേകിച്ച് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നമുക്കറിയാം വലിയ എണ്ണ വിതരണ രാജ്യങ്ങളാണ്, എണ്ണ വിതരണത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ നിന്നുള്ള വിതരണമാണ് നിലച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ പെട്രോളിനുൾപ്പെടെ വില വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുക. ഏതായാലും നിലവിൽ 60 രൂപയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾക്ക് വർദ്ധിച്ചിരിക്കുന്നത്. 115 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറുകൾക്ക് 2 വർധനവും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് കമ്പനികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അരുണ്യ, തീർച്ചയായും പശ്ചിമേഷ്യൻ യുദ്ധം സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ നേർക്കാഴ്ചയാണ് ഈ വിലക്കയറ്റം ഓരോന്നും സൂചിപ്പിക്കുന്നത്. എന്തായാലും പാചകവാതക വില ഇന്നു മുതലാണ് രാജ്യത്ത് പ്രാബല്യത്തിലാവുക. ഈ നിരക്ക് വർധനവ്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.